നോക്ക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ള സിനിമ കണ്ട് ഞാനിപ്പോ ജസ്റ്റ് കയറിയതേ ഉള്ളൂ. തൃശ്ശൂര് ഐനോക്സ് സ്ക്രീൻ 1-ലാണ് ഞാൻ ഈ സിനിമ കണ്ടത്. പകുതി മുക്കാൽ നേരവും ഞാൻ വണ്ടറടിച്ചിരിക്കുകയായിരുന്നു. കാരണം അത്രയേറെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഈ സിനിമ. ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് കല്യാണി പ്രിയദർശൻ എന്നുള്ള നടിയെ കുറിച്ചാണ്. കല്യാണിയുടെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ വരണേ ആവശ്യമുണ്ട്, ഹൃദയം, തല്ലുമാല, വർഷങ്ങൾക്ക് ശേഷം, ഇതുപോലെ കുറെ അധികം മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പ്രേസബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഇതുവരെ മലയാളത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു സിനിമയിൽ കല്യാണി പ്രിയദർശൻ എടുത്തിട്ടുള്ള എഫേർട്ടും ഡെഡിക്കേഷനും ഒക്കെ ആളുടെ പെർഫോമൻസിൽ കാണാം. അത്രയേറെ നന്നായിട്ടാണ് ഫൈറ്റ് സീൻസും അതുപോലെ തന്നെ ഇമോഷണൽ സീൻസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ കള്ളിയങ്കാട്ട് നീലിയായിട്ടാണ് കല്യാണി പ്രിയദർശൻ ഈ സിനിമയിലുള്ളത്. അതിന്റെ ചെറുപ്പകാലം കല്യാണിയുടെ അഭിനയിച്ച ആ കുട്ടിയും വളരെ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നസ്ലിൻ, ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, അതുപോലെ സാൻഡി, ഇവരുടെയൊക്കെ പെർഫോമൻസ് ആണ്. എല്ലാവരും ടോപ്പ് നോച്ച് ആയിരുന്നു. അത്രയേറെ കൈയടിക്കാൻ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മള് ഈ സിനിമയിലെ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുള്ള കൈകളും കാലുകളും ഒക്കെ ആരുടെയാ മുഖം എന്നറിയാതെ നമുക്കൊക്കെ ഗസബിൾ ആയിട്ടുള്ള രണ്ട് പെർഫോമൻസസും ഈ സിനിമയിലുണ്ട്. അത് എന്താന്ന് പറയുന്നില്ല, സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് തന്നെ വളരെയേറെ നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു മലയാള സിനിമ 30 കോടി ബഡ്ജറ്റില് ഇതൊക്കെ കാണുമ്പോഴാണ് ചില സിനിമകൾ 700 കോടി ബഡ്ജറ്റിൽ 600 കോടി ബഡ്ജറ്റിലൊക്കെ തെലുങ്കിലും കന്നഡയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെടുത്ത് തൊട്ടിക്കളയാൻ തോന്നുന്നത്. അത്രയേറെ നന്നായി പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഡയറക്ഷൻ. ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും ചെയ്തിരിക്കുന്ന ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. തരംഗം, അതുപോലെ തന്നെ സ്റ്റൈൽ എന്ന് പറയുന്ന 2 സിനിമകളുടെ സംവിധായകനായിരുന്നു ഡൊമിനിക് അരുൺ. അദ്ദേഹത്തിന്റെ സംവിധാനം എടുത്തു പറയേണ്ട ഒന്നാണ്. ആൻഡ് താങ്ക് യു ദുൽഖർ സൽമാൻ ഫോർ മേക്കിംഗ് ദിസ് യൂണിവേഴ്സ്. അടുത്ത പാർട്ടുകൾക്കായി വെയിറ്റിംഗ് ആണ്. കാരണം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, ജെയ്ക്സ് ബിജോയുടെ സംഗീത സംവിധാനം, എഡിറ്റിംഗ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ടോപ്പ് നോച്ച് ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം കാണാൻ പോകുന്നത് മലയാളത്തിൽ കണ്ട, നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ഫോക്ലോർ സ്റ്റോറിയാണ് ഈ കളിയങ്കാട്ട് നീലിയും അതുപോലെ തന്നെ കത്തനാരും ഒക്കെ. ആ ഒരു സംഭവം റിയാലിറ്റിയിലേക്ക് വരുമ്പോ അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ എടുത്തു വെക്കാമോ അത്രയേറെ നന്നായിട്ടാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഹൃദയപൂർവ്വം ഇറങ്ങിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ലോക ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓടും കുതിര ചാടും കുതിര ഫഹദ് ഫാസിലിന്റെ ഇറങ്ങും. അപ്പോൾ നല്ലൊരു ഓണക്കാലമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പൊ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുക.